മച്ചാമാരെ നോക്കിയേ, ഫോർച്യൂണർ മാനുവൽ 4x4, ബൊലേറോ, അതുപോലെ ഫോർച്യൂണർ ഓട്ടോമാറ്റിക് 4x4. പക്ഷേ ചേട്ടാ നമസ്കാരം. ലൊക്കേഷൻ ഒന്ന് ആദ്യം പറഞ്ഞതേ. ഇത് പത്തനംതിട്ട ജില്ലയ്ക്കകത്ത് റാന്നിയില്ല, പനവേൽ ലോട്ടോസ് റാന്നി. ഓക്കെ. അപ്പം നമ്മുടെ ഉള്ള വണ്ടികൾ ഫോർച്യൂണർ കുറേ വന്നിട്ടുണ്ടല്ലേ? ഫോർച്യൂണർ 5 വണ്ടിയായിരുന്നു, ഇപ്പോൾ ഇനി 4 വണ്ടി റെഡി കിടപ്പുണ്ട്. അത് ഓഫർ വണ്ടികൾ എല്ലാം ഓഫറാണ്. ന്യൂ ഇയർ ക്രിസ്മസ് പ്രമാണിച്ച് ഓഫറിൽ കൊടുക്കുക. ഇതിൻ്റെ കാര്യങ്ങളൊന്ന് ഫസ്റ്റ് പറ. ഇത് 2011-12 രജിസ്ട്രേഷനാണ്. ഗുജറാത്ത് ഭാവനഗർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് എടുത്ത് റാന്നിയിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. KL 62G റിസർവേഷൻ നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. വണ്ടിക്കത് മേജറായിട്ടുള്ള തട്ടമുട്ട ആക്സിഡന്റ് ഒരു ആക്സിഡന്റ് എല്ലാ ബോണറ്റും എല്ലാം ന്യൂ ഷേപ്പ് ഞങ്ങൾ ആക്കി വണ്ടിയല്ലേ? ഓക്കെ. നോക്കിയേ, കിറ്റൊക്കെ സെറ്റാക്കി നിർത്തിയേക്കോട്ടോ. നോക്കിയേ, ഈയിടയ്ക്ക് മാറിയതല്ലേ? എല്ലാം തൊടുപുഴ രാജാ മോട്ടോഴ്സ് ഓട്ടോമൊബൈൽസ് ഞങ്ങൾ മേടിക്കുന്നത് ഒറിജിനൽ കിറ്റാണ്. 1.25 ലക്ഷം രൂപ ടൈപ്പ് 2 കിറ്റിന് വില. കിറ്റ് മാറി കേരള നമ്പർ ആക്കി കൊടുക്കുക. കേരള നമ്പർ ആക്കി കൊടുക്കുന്നതാണ്. വണ്ടിക്ക് പെൻഡിങ് വർക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നും 1 രൂപയുടെ പണിയില്ല. എല്ലാം ലൈനർ, ബ്രേക്ക് ലൈനർ, ബുഷ് കിറ്റ് എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്താണ്. ഗ്യാരണ്ടി വണ്ടികളാ. എഞ്ചിൻ ഗിയർ ബോക്സ് നമ്മൾക്ക് എല്ലാം ഫുൾ ഗ്യാരണ്ടി കൊടുക്കും. ഇത് തന്നെ പോയി കൊടുക്കുന്ന വണ്ടികളാണോ അതോ എല്ലാം ബൈ റോഡ് വഴി ഞാൻ തന്നെ ഓടിച്ചു, ഡ്രൈവർമാരല്ല, ഞാൻ തന്നെ ഓടിച്ചോണ്ട് വരുന്ന വണ്ടി. അത് വിളിച്ചു പറഞ്ഞു കൊണ്ടുവരുന്ന ആ പരിപാടിയൊന്നും വണ്ടി കൊണ്ടുവരുന്നില്ല, ഒന്നുമില്ല. ഒരേ കൊണ്ടുവരുന്ന പരിപാടിയൊന്നും. നമ്മൾ തന്നെ അവിടെ പോയി കണ്ട് രജിസ്റ്റേർഡ് ഓണർ ചെയ്ത് നേരിട്ട് എടുക്കുന്ന വണ്ടികൾ മാത്രമേ ഞങ്ങൾ എടുക്കത്തുള്ളൂ. അല്ലേ? 4x4 വണ്ടി, നൈസ് വണ്ടി കേട്ടോ. എല്ലാം സെറ്റാക്കി ചെയ്യാനുണ്ടോ? നോക്കി, ഈ ബമ്പറും ഫണ്ടറൊക്കെ പോട്ടെ, ബാക്കി കമ്പനി ഒറിജിനൽ പെയിന്റ്, ബാക്കി ഫുൾ കിടക്കുന്നത്. അല്ലേ? ടയറൊക്കെ എങ്ങനെയുണ്ട്? ടയർ എല്ലാം പുത്തൻ ടയറല്ലേ? അതെ അതെ, 4 പുത്തൻ ടയറല്ലേ? 5 പുത്തൻ ടയർ. സ്റ്റെപ്പിന്? അതെ, സ്റ്റെപ്പിന് വരെ പുത്തൻ ടയർ. ഓക്കെ. അപ്പോൾ നോക്കി, ഇതാ വണ്ടിയുടെ ഫുൾ ലുക്ക് വന്നേക്കുന്നത് കണ്ടോ. നൈസ് വണ്ടി കേട്ടോ. വണ്ടി എടുക്കുന്നവർക്ക് ഇനി പണിയാൻ നിൽക്കൊന്നും വേണ്ട. A to Z എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്ന. ഓയിൽ സർവീസൊക്കെ കഴിഞ്ഞതല്ലേ? എല്ലാം ഓയിൽ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ചെയ്തിട്ടേക്കുന്നതല്ലേ? ഇനിയിപ്പോൾ വാങ്ങിക്കുന്നതൊക്കെ വണ്ടി എടുക്കുക, ഓടിക്കുക മാത്രമേ ഉള്ളൂ. പേര് മാറി കൊടുക്കും. പേര് മാറി പാർട്ടിയുടെ പേരിലോട്ടാണ്. ലോണും കയറും വേണമെങ്കിൽ. ലോൺ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ ലോൺ കയറും അല്ലേ? ഇനി നമുക്കുണ്ടല്ലോ ഇൻറ്റീരിയർ ഒന്ന് കാണാം. ഇൻറ്റീരിയറൊക്കെ നോക്കിയേ, അടിപൊളി കേട്ടോ. എല്ലാ ഫോർച്യൂണറും അതെ നീറ്റ് വണ്ടികളാണ്. അതുപോലെ ഡാഷൊക്കെ ആണല്ലോ നോക്കിയേ, നീറ്റാട്ടോ. ഇനി AC കൂളിംഗ് നോക്കാം. നൈസ് കേട്ടോ. AC ഒക്കെ പക്ക വർക്കിങ്, നല്ല കൂളിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇൻറ്റീരിയറിലെ കാഴ്ചകൾ. AC ഒക്കെ അടിപൊളിയാണ്, വേറെ വണ്ടിക്ക് വിഷയങ്ങളൊന്നുമില്ല. എല്ലാം സൈഡ് മിററൊക്കെ ആണെങ്കിലും വർക്കിംഗ് കേട്ടോ, എല്ലാം വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിലെ കാഴ്ചകൾ. ഇത് നമുക്ക് സെക്കൻഡ് റോ നോക്കാം കേട്ടോ. സെക്കൻഡ് റോ ആണെങ്കിലും നോക്കിയേ, നീറ്റാട്ടോ. ഈ വണ്ടി മാത്രമല്ല, ഇവിടുത്തെ എല്ലാ ഫോർച്യൂണറും ഇൻറ്റീരിയർ പക്ക നീറ്റാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അകത്തെ കാഴ്ചകൾ. ഇത് നമുക്ക് എഞ്ചിൻ റൂം കാണാം കേട്ടോ. ഒരു ആക്സിഡൻറ്റ് ഒന്നും ഉള്ള വണ്ടിയല്ല. നമ്മൾ ആക്സിഡൻറ്റുള്ള വണ്ടി എടുക്കത്തില്ല. നമ്മളും പൈസ കൊടുത്ത് എടുക്കുന്ന വണ്ടിയാണ് അവിടുന്ന്. ആക്സിഡൻറ്റ് ഇല്ലാത്ത നല്ല വണ്ടികൾ മാത്രമേ എടുക്കത്തുള്ളൂ. നമ്മൾ തന്നെ അവിടെ പോയി ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം രജിസ്റ്റേർഡ് ഓണറിൽ നിന്ന് എടുക്കുന്ന വണ്ടികളാണ് ഇതെല്ലാം. അല്ലാതെ ഇടയ്ക്ക് മീഡിയേറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല. ആരെങ്കിലും കൊടുക്കത്തുമില്ല. വണ്ടി ഓടിച്ച് നമ്മൾ തന്നെ ഓടിച്ച് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ 2100-2000 കിലോമീറ്റർ ഓടി വരുന്ന വണ്ടികളാണ്. എഞ്ചിൻ പക്കയായിട്ടൊന്ന് സ്റ്റാർട്ടാക്കാമോ? ഒന്ന് റേസ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഷാജർ, അപ്പോൾ ഈ വണ്ടി ഈ കിലോമീറ്ററൊക്കെ നമുക്ക് എല്ലാം 2 ലക്ഷത്തിന് മേലെ ഓടിയ വണ്ടികളാണ്. അല്ലേ? നമ്മൾ നോക്കിയെടുക്കാന്നുള്ളത്. വണ്ടി എഞ്ചിൻ ഗിയർ ബോക്സ് എല്ലാം പെർഫെക്റ്റ്, അതിന് ഒരു കംപ്ലൈന്റും ഇല്ല. അത് ഗ്യാരണ്ടിയാണ്? അതിന് ഫുൾ ഗ്യാരണ്ടിയാണ്. ഓക്കെ. അതിൽ വണ്ടിക്ക് വേറെ പിന്നെ നിലവിലൊന്നുമില്ല. 1 രൂപയുടെ പോലും പണി. ഞങ്ങളെല്ലാം ബ്രേക്ക് പാഡ് എല്ലാം പുതിയ ഇട്ടാ, ഓയിൽ ചേഞ്ചിങ് ചെയ്ത് ബ്രേക്ക് പാഡ്, ബുഷ് കിറ്റ് എല്ലാം മാറുക. ലാസ്റ്റ് കാര്യം, ഇവിടെ ലാസ്റ്റ് തന്നെ വിലയ്ക്ക് കൊടുക്കും. ഇവിടെ നമ്പർ ഫാൻസി നമ്പർ എടുത്ത് 8.5 ലക്ഷം രൂപ കൊടുക്കും. 8,000 രൂപയ്ക്ക്? ക്രിസ്മസിന്റെ ന്യൂ ഇയറിന്റെ ഓഫറാണ്. വണ്ടി ഒത്തിരി കിടക്കും, അതുകൊണ്ടാണ് ഈ വിലയ്ക്ക് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ കണ്ടീഷൻ വണ്ടി കേരളത്തിൽ എങ്ങും കിട്ടത്തില്ല. ഒറ്റ ഡീലർമാർ കൊടുക്കത്തില്ല. നമ്പറാക്കിയ വണ്ടി ന്യൂ ഷേപ്പ് ആക്കി 8.5 ലക്ഷം രൂപയ്ക്ക് ഒറ്റ കുഞ്ഞുങ്ങൾ. പേപ്പറൊക്കെ എന്തോരം ഉണ്ട്? 5 കൊല്ലത്തേക്ക് എല്ലാം പുതിയ പേപ്പർ എടുത്തോണ്ടിയല്ലേ? അപ്പോൾ ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇത് 2013 1-ാം മാസം വണ്ടിയാണ്. 13 വണ്ടിയല്ലേ? സെക്കൻഡ് ഓണർ വണ്ടി. 190 ഓടിയിട്ടുണ്ട്. വണ്ടി പെരിയാറിൽ നിന്ന് രജിസ്റ്റേർഡ് ഓണറിൽ നിന്ന് ഞങ്ങൾ എടുത്ത ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടി. ഓണറുടെ നേരിട്ടെടുത്ത ഈ കുൾഫി എന്ന് പറയുന്ന ആളുടെ നേരിട്ടെടുത്ത വണ്ടി പെരിയാറിലുള്ള. കിലോമീറ്റർ ഒക്കെ ജെനുവിനാണോ? കിലോമീറ്റർ 193 ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ. ഒന്നുമില്ല. ബോണറ്റ് തുറന്നു പോയി ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ. അത് ബോണറ്റ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. SLX വണ്ടിയാണ്. AC പവറിന്റെ പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, 5 പുത്തൻ ടയറുണ്ട്. വർക്കൊന്നും പെൻഡിംഗ് ഇല്ലല്ലോ? ഒന്നുമില്ല. 1 രൂപയുടെ പോലും പണിയില്ല. നല്ല നീറ്റ് വണ്ടിയാണ്. സർവീസ് ഒക്കെ കഴിഞ്ഞ വണ്ടിയാണ്. എല്ലാം നല്ല വൃത്തിയായിട്ട് ഓടിക്കുക.
നല്ല മൈലേജ് ഉണ്ട്. ഡീസലാണ്, ബൊലറോ ആണ്, ഏറ്റവും കൂടുതൽ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഹൈ റേഞ്ച് സൈഡിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയായത്. ഞാൻ വണ്ടി ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നോക്കി തന്നെ വണ്ടി ലുക്ക് വന്നേക്കണേ. ബോഡി ക്വാളിറ്റി ആണെങ്കിലും നല്ല വാട്ടർ ചാനലൊക്കെ ഇതിനെ കാണി. വാട്ടർ ചാനൽ നല്ല നീറ്റ് തട്ടുമുട്ടൊന്നുമില്ല. വാട്ടർ ചാനൽ ഇതാ, ഈ വാട്ടർ ചാനൽ ഉണ്ട് ഇതിൻ്റെ. നമ്മളതാണ് ഈ ബൊലറോയ്ക്ക് ഏറ്റവും കൂടുതൽ പാച്ച് വർക്കൊക്കെ വരുന്നത്. ഇവിടെ നല്ല സൂപ്പറായിട്ടിരിക്കും അങ്ങ് അറ്റം വരും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പുറത്തെ കാഴ്ചകൾ. ഇത് നമുക്കുണ്ടല്ലോ ഇൻറ്റീരിയർ ഒന്ന് കാണാം. ഇൻറ്റീരിയറൊക്കെ നോക്കി നീറ്റാട്ടോ. സീറ്റ് കവറൊക്കെ പുതിയ ഇതേക്കുന്നത്. അതെ, സീറ്റ് കവർ പുതിയാണ്, ഐവറി ഡാഷാണ്. കണ്ടോ, ഇതൊക്കെ അകത്തെ കാഴ്ചകൾ. എ സി ഒക്കെ പക്കയല്ലേ? എ സി പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്ക്, സെൻട്രൽ ലോക്ക് എല്ലാം വർക്കിംഗ് അല്ലേ? അടിപൊളി. സെക്കൻഡ് റൈക്കെല്ലാം നോക്കിയേ, നൈസാട്ടോ. 28 ഒന്നാം മാസം വരെ ടെസ്റ്റ് എല്ലാം ഉണ്ട്. അല്ലേ, ലൈഫ് ടാക്സ് ഉണ്ടല്ലേ? ലൈഫ് ടാക്സ്. ഓക്കെ. നമുക്ക് എഞ്ചിൻ റൂം ഉണ്ടല്ലോ. എഞ്ചിൻ ഭാഗമൊക്കെ പക്കയല്ലേ? വേറെ ഓയിലേക്ക് കാര്യങ്ങൾ സൂപ്പർ. അകത്തേക്ക് ഇടിയും കാര്യങ്ങളൊന്നും ഒന്നുമില്ല, അതിന് ഗ്യാരണ്ടി ഉള്ളതാണ്. ഒന്നും വേണ്ടി അകത്തെ മാറ്റ് പോലും ഇവരുടെ എന്നെ കിടക്കും. ഓക്കെ, ഒന്ന് സ്റ്റാർട്ടാക്കാമോ? ഒന്ന് റേസ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി. ഓഫാക്കിയോ? ഷാജിറ ബൊലീറോ ലാസ്റ്റ് എന്നാ വില കൊടുക്കും? ഇത് 4 ലക്ഷം രൂപ കൊടുക്കാം. 2013 ജാനുവരി വണ്ടിയാണ്. അല്ലേ? സെക്കൻഡ് ഓൺ വണ്ടി, ഒറിജിനൽ കേരള. 4 ലക്ഷം രൂപ ലോൺ കയറും. 190 രൂപ. ഇതൊക്കെ 3.5 രൂപ ലോൺ കയറും. സിവിൽ സ്കോർ ഉള്ളവർക്ക് ലോൺ കയറത്തുള്ളൂ. 3.5 കയറും അല്ലേ? 3.5 രൂപ. 50 രൂപ വണ്ടി ഉണ്ടോ? ലാസ്റ്റ് വണ്ടി ഫോർച്യൂണർ മോഡല്. ഇത് 2015 4x4 ഓട്ടോമാറ്റിക്. അങ്ങനെ കുറച്ച് വണ്ടികളേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഫുൾ വീട് നമ്മുടെ ചാനലുണ്ട്, അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം, കയറി കാണുക. ഞാൻ മൊത്തം ചുമ്മാ ഒന്ന് കാണിച്ചു തരാം, മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം വണ്ടി. ടയർ കണ്ടീഷനൊക്കെ എല്ലാം പുത്തൻ ടയർ. പുത്തൻ ടയറല്ലേ? ഓക്കെ. അപ്പോൾ നോക്കി 5 പുത്തൻ ടയർ. ഇത് കൊടുക്കൂല്ലോ? അത് എടുക്കോ? ഇല്ല, അത് കൊടുക്കത്തില്ല. റൂഫ് ബോക്സ് കൊടുക്കത്തില്ല, വിത്തൗട്ട് റൂഫ് ബോക്സ്. ഈ വണ്ടിയൊക്കെ വേറെ റീപ്ലേസ് തട്ടുമുട്ട അങ്ങനെ ഒന്നുമില്ല? ഒരു റീപ്ലേസും ഇല്ല, ഒന്നുമില്ല. എവിടെ വേണമെങ്കിൽ ഷോറൂമിൽ ചെക്ക് ചെയ്തിട്ട് എടുത്തിച്ചാൽ ഹിസ്റ്ററിയുള്ള വണ്ടിയല്ലേ? എല്ലാം ഹിസ്റ്ററി. 2 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ജെനുവിൻ കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ. ഷോറൂം സർവീസ് ഇപ്പോഴും. അവിടെയും ഷോറൂം സർവീസ്, ഇവിടെ നാട്ടിൽ വന്ന് ഇവിടെ ഷോറൂം സർവീസ്. ഓക്കെ. ഇതൊക്കെ വന്നിട്ടൊരു ഫുൾ ലുക്ക് വന്നേക്കുന്നത്. നീറ്റ് വണ്ടിയാണ്. ഈ 4 വീല് ഓട്ടോമാറ്റിക് വണ്ടിക്ക് ഇന്ത്യയിൽ ബ്ലാക്കും ലെതർ സീറ്റും ഡിസ്കും ബ്ലാക്കേ വരത്തുള്ളൂ. അല്ലേ? കമ്പനി വരുന്നതല്ലേ? കമ്പനി വിടുന്നതാണ്. ഇന്ത്യനോട് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇന്ത്യയിലൊക്കെ നോക്കി ബ്ലാക്ക് ലെതർ സീറ്റ് കേട്ടോ, ഫുൾ ബ്ലാക്കാ കമ്പനി വരുന്നതാ. കണ്ടോ, അതുകൊണ്ട് ഫുൾ ലുക്ക് വന്നേക്കുന്നേ. സെക്കൻഡ് റൈക്ക് നോക്കി. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, കാരണം നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം, കയറി നോക്കിയാൽ മതിയിട്ട് ആവശ്യമുള്ളവരെ. വിലഭാവം എന്ന് പറഞ്ഞേരെ. ഇതിപ്പോഴ് നമുക്ക് 18 ലക്ഷം രൂപ കൊടുക്കാം. 18 രൂപയ്ക്ക് ക്രിസ്മസും ന്യൂ ഇയറും പ്രമാണിച്ച് 18 ലക്ഷം രൂപ കൊടുക്കാം. റെഡ് നോട്ടാണെങ്കിൽ. ലോൺ എത്ര വരും? പാർട്ടിയുടെ അനുസരിച്ചാണ് ലോൺ. 15 ലക്ഷം രൂപ ഒക്കെ കയറും. സിവിൽ സ്കോർ ഉള്ളവർക്കും റീപേയ്മെൻറ്റ് കപ്പാസിറ്റി അടക്കാൻ കഴിവുള്ളവർക്കും 15 ലക്ഷം രൂപ ലോൺ കയറും. പ്രൈവറ്റ്. ഇത് 3,65,000 കേരളത്തിൽ ടാക്സ് അടച്ച വണ്ടിയാണ്. റാന്നി RT ഓഫീസിൽ അടച്ച വണ്ടിയാണ്. ഗ്യാരണ്ടി വണ്ടിയാണ്. വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി. നമ്മൾ 4 കൊല്ലമോ 3 കൊല്ലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്.